കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് CPIM നേതൃത്വം. ചേരിപ്പോരും മത്സരവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പ്രശ്നപരിഹാരത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ഇടപെട്ടിട്ടും സ്ഥാപിത താൽപര്യങ്ങളുമായി ചിലർ മുന്നോട്ടു പോയെന്ന് ജില്ലാ സെക്രട്ടറി S. സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദിലീപ് ദേവസി നൽകും വിവരങ്ങൾ. ദിലീപ് ദേവസിയ, കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മറനീക്കി പരസ്യ പ്രതിഷേധത്തിലേക്കും വിഴുപ്പലക്കലിലേക്കും എത്തിയ സാഹചര്യത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ നടപടികൾക്ക് സാധ്യതയുണ്ട്? സുജിയ, കൊല്ലത്ത് CPMന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ കൊല്ലത്താണ് ആദ്യത്തെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇനി മറ്റു സ്ഥലങ്ങളിലെല്ലാം ജില്ലാ സമ്മേളനങ്ങൾ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, സംസ്ഥാന സമ്മേളനം CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതും കൊല്ലം ജില്ല തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കൊല്ലത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ CPMന് ചീത്തപ്പേരുണ്ടാക്കിയ സംഭവങ്ങൾ നടന്നത് കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റിക്ക് ഉള്ളിലാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യങ്ങളടക്കം അസാധാരണ നടപടിയടക്കം കൊല്ലത്ത് ഉണ്ടാകുകയും ചെയ്തു. അതുതന്നെയായിരുന്നു ഇന്ന് കൊല്ലത്തെ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചത്. അതായത് രണ്ട് നേതാക്കൾ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തമ്മിൽ തല്ലുകയും ചേരിപ്പോര് നടത്തുകയും ചെയ്തു. അത് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിമാരുൾപ്പെടെ ഇടപെട്ടിട്ടും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല. അതായത് നടപടികൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല. പാർട്ടിയുടെ വാക്കിന് ഒരു വില പോലും കൽപ്പിക്കാൻ ഈ ഏരിയ കമ്മിറ്റിയിൽ കീഴിലുള്ള ആളുകൾക്ക്, പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. 14 പേജുള്ള റിപ്പോർട്ട്. അത് കരുനാഗപ്പള്ളിക്ക് വേണ്ടി കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ 14 പേജുകളാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളത്. അതിൽ പറഞ്ഞ പ്രധാനമായ കാര്യങ്ങൾ ഇത് പാർട്ടിക്ക് വലിയ തോതിൽ ചീത്തപ്പേരുണ്ടായി, കർശനമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ വന്ന് പറഞ്ഞ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞവർക്കെതിരെ ഈ സമ്മേളനത്തിൽ തന്നെ നടപടി ഉണ്ടാകും. ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു, S. സുദേവൻ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിന്മേലുള്ള ചർച്ചാ നടപടികൾ തുടരുകയാണ്. ഇന്നും നാളെയും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടരുന്നതായിരിക്കും. സുജയ, ശരി. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.